നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ സുന്ദരവും ശാന്തവുമായിട്ടുള്ള അയർലൻഡ് എന്നുള്ള മനോഹരമായ രാജ്യത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും കത്തുകയാണ് അയർലൻഡ്. മലയാളി നേഴ്സുമാരുടെ സ്വപ്നഭൂമിയായിരുന്ന അയർലൻഡ് ഒരു കാലത്ത്. ഇന്ന് എന്താണ് ഇതിന്റെ അവസ്ഥ? ഒരുപക്ഷെ യൂറോപ്പിലെ കുരിശുദ്ധത്തിന്റെ തുടക്കം അയർലൻഡിനാകുമോ? ആരായിരിക്കും ആദ്യം കണ്ണടയ്ക്കുക എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ മാസമാണ് ട്രംപ് ലണ്ടനിൽ ചെന്നപ്പോൾ ഉപദേശിച്ചു, അല്ലെങ്കിൽ അവരെ വാൺ ചെയ്തതാണ്. നിങ്ങളുടെ അതിർത്തികൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ തെരുവുകൾ യുദ്ധക്കളമാകും, പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് വാൺ ചെയ്തതാണ്. ആദ്യമായി ആരംഭിച്ചിരിക്കുന്നു അയർലൻഡിൽ നിന്നും. കത്തുകയാണ് അയർലൻഡ്. എന്താണ് കാരണം? നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കി അറിയോ? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരു കൂട്ടം ആളുകൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. ജിഹാദികൾ പിടിച്ചടക്കിയിരിക്കുക. അവർക്ക് അവിടുത്തെ NGOസും കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസും ലെഫ്റ്റുകളും പിന്നെ കുറെ ഈ പറയുന്ന LGBTQ ടീമുകളൊക്കെ ഈ പറയുന്ന ജിഹാദികൾക്ക് വിളിക്കുന്ന പേരെന്താ നിങ്ങൾക്കറിയോ? അനധികൃത കുടിയേറ്റക്കാർ, അല്ലെങ്കിൽ ഇലീഗൽ ഇമിഗ്രൻസ്. ആരാണ് ഇലീഗൽ ഇമിഗ്രൻസ്? പല രാജ്യങ്ങളിലും ജയില് പൊളിച്ചു വരുന്നവര്. ഇവരേക്ക് ആരാ വിടുന്നത് നിങ്ങൾക്കറിയോ? വത്തിക്കാനും അതുപോലെ തന്നെ ഈ അജണ്ടയുള്ള പല സംഘടനകളും അവരാണ് കടത്തിവിടുന്നത്. ജയില് പൊളിച്ച് മിലിറ്ററി പ്രായമായിട്ടുള്ള യുവാക്കളെ, സ്ത്രീകളെയും കുട്ടികളെ നിങ്ങൾ കാണില്ല. ഇവർ കടന്നു വരുന്നു. ആ രാജ്യത്തെ ശാന്തവും സുന്ദരവുമായ പല രാജ്യങ്ങളെയും കൊലപാതകളമാക്കിയിരിക്കുകയാണ്. രണഭൂമി. അല്ലെങ്കിൽ എന്താണ് അവസ്ഥ? എത്ര സുന്ദരമായ രാജ്യങ്ങളാണ്. സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അയർലൻഡിൽ സംഭവിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല. 26 വയസ്സുള്ള ഒരു അറബ് പൗരൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നാണ് പറയുന്നത്. അവൻ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിന് പരിഭാഷകനെ വിളിക്കേണ്ടി വന്നു. അറബ് സംസാരിക്കുന്ന പരിഭാഷകനെ. അവൻ 10 വയസ്സുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നു പറയുന്നത്. അതും 6 വർഷത്തോളമായി ഈ അയർലൻഡില് ഒളിച്ചു താമസിക്കുന്നു എന്ന് പറയുന്നു. 10 വയസ്സുള്ള പെൺകുട്ടിയെ പോലും വെറുതെ വിടാത്ത ഒരു കൂട്ടം യുവാക്കൾ. എന്തൊരു നാശമാണ് ദൈവം! ഈ ആലോചിച്ച് നോക്കുക, എന്തൊരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണക്കാരാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാരണക്കാർ വേറൊന്നുമല്ല, കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാര്. നമ്മുടെ സുന്ദരമായ നമ്മുടെ സംസ്ഥാനം വേറെ എവിടേക്കും പോകണ്ടല്ലോ. ദൈവം അനുഗ്രഹിച്ച ഒരു സംസ്ഥാനമാണ്. നമുക്ക് എല്ലാം ഉണ്ട് പ്രകൃതിപരമായിട്ട്. എന്നിട്ടും 1 രൂപയുടെ വരുമാനം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത സംസ്ഥാനമല്ലേ നമ്മുടെ. ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ അയർലൻഡിലും. കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആളുകളെ കൊണ്ടുവരിക. പിന്നെ ഒരു കൂട്ടം NGOs എന്തിനാണെന്നറിയോ? പണം അടിച്ചു മാറ്റാൻ ഫണ്ട്, ഗ്രാൻഡുകൾ വെതറുകയാണ്. മില്യൺ കണക്കിന് ഫണ്ടാണ്. അതായത് അവർക്ക് ഹോട്ടൽ കൊടുക്കൂ, ഭക്ഷണം കൊടുക്കൂ, എല്ലാം. നമുക്കിന്ന് അയർലൻഡിൽ 3 തരത്തിലുള്ള ആളുകൾ കാണാൻ സാധിക്കും. ഒരു തരത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇന്ത്യക്കാര്. അവർ ശരിയാണ്, അധ്വാനിക്കും, കഠിനമായി അധ്വാനിച്ച് ടാക്സും അടച്ച് ഒരുപക്ഷെ അവരുടെ കുടുംബം പോറ്റുന്നു. അവരത് വീടൊക്കെ മോടി പിടിപ്പിക്കും, ശരിയാണ്. അവസരം കിട്ടിയാൽ മുതലാക്കും. അല്പം വെട്ടിപ്പിടുത്തോ കൊണ്ട്, ശരിയാണ്. രണ്ടാമത് പറയുന്നത് ഇരവാദം നിരത്തിക്കൊണ്ട് സർക്കാരിന് അനുകൂല്യം എല്ലാം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന 2 കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ വെള്ളക്കാര്. കുറച്ച് പണിയെടുക്കും, പിന്നെ ബാക്കി കുറച്ച് സർക്കാർ അനുകൂല്യങ്ങളൊക്കെ വാങ്ങി ജീവിക്കും. ഈ രാജ്യത്തിന്റെ അവസ്ഥ ഇതാണ്. ഇന്ന് അവസ്ഥ നാശിപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയക്കാരും NGOസും ലെഫ്റ്റുകളും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താണ് ഒരു പെൺകുട്ടി, 10 വയസ്സുള്ള പെൺകുട്ടിക്ക് പോലും സുരക്ഷിതമില്ലാത്ത രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെതിരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ ഒരു 10 വയസ്സുള്ള പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ഒരു ജനങ്ങളുടെ ഒരു വികാരം, അതിനെ ആക്രമണ പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അതിനെ വില കുറച്ച് കാണുകയാണ്. ഇതൊരു ആക്രമണം അല്ലെങ്കിൽ പരമ്പരയല്ല. ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് ഇമിഗ്രേഷനോ അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ സമരമല്ല. ഇതെന്ന് പറയുന്നത് മടുത്തു. അതായത് ഭയത്തിന്ന് വരുന്ന പ്രതിരോധമാണ്. ഭയമാണ് അവർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാലസ്തീന്റെ പേരും പറഞ്ഞുകൊണ്ട് തെരുവുകൾ കത്തിക്കുക. കുറെ ഖാലിസ്ഥാൻവാദികൾ കാനഡ മുഴുവൻ കത്തിക്കുന്നു. കാനഡയിൽ എന്നും വെടിവെപ്പാണ്. ഇന്നലെ ഒരു ഗായകനെ വെടിവെച്ചിട്ടിരിക്കുന്നു, ട്രക്കുകാരനെ വെടിവെച്ചിടുന്നു. പിന്നെ നടക്കുന്ന എന്താണ്? പിന്നെ എല്ലാ കൂത്തിത്തീരിപ്പും. പിന്നെ ഒരു മലയാളി യുവതിയുണ്ട് ഒരു കാനഡയില്. അവിടെ ഇരുന്നുകൊണ്ട് കാനഡയും അമേരിക്കനെ കുറ്റം പറയുന്നു, ഇന്ത്യനെ കുറ്റം പറയുന്നു. എന്നാൽ ഇവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോവോ? അവിടേക്ക് പോവില്ല. നിങ്ങൾക്ക് കാനഡയിൽ ഇരിക്കാം. കാനഡയിൽ ഇരുന്നു കൊണ്ട് കാനഡയെ കുറ്റം പറയുക. ഇതുപോലുള്ള ആളുകളെ മടുത്തിരിക്കുകയാണ്. വെള്ളക്കാരെ പെരുമാറ്റം ഈ അടുത്ത കാലത്ത് അവർക്ക് സഹിക്കുന്നതിന്റെ അപ്പുറത്താണ്. കാരണം തെരുവുകൾ എന്താണ് അവസ്ഥ? കാനഡയിൽ എന്താ അവസ്ഥ? എന്താ
യൂറോപ്പിന്റെ അവസ്ഥ എന്താ? അവൻ നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവസരവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് നാശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് യൂറോപ്പിലെ സ്വീഡൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സുന്ദരമായ എന്ത് രാജ്യത്തെ എടുത്താൽ പോലും ജയിലുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇവരെയും കൊണ്ട്. ആദ്യമായി 90കളിലാണ് ഇവർ തലമുറ ആദ്യമായി കടന്നു വരുന്നത്. ഇലീഗൽ ഇമിഗ്രൻസ്, കുടിയേറ്റക്കാർ അനിയന്ത്രിതമായി കടന്നു വന്നു. എന്നിട്ട് എന്തായി? അവരുടെ തലമുറയിൽ 50% ആൾക്കാർക്കും കേസുകളാ. പിന്നെ കടന്നു വരുന്നവർക്കും കേസുകൾ. ജയിലുകൾ നിറഞ്ഞിരിക്കുകയാണ്. സീറോ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി. സമൂഹത്തിലേക്ക് 5 നയാ പൈസയുടെ കോൺട്രിബ്യൂഷൻ ടാക്സ് ആയിട്ടോ ഒന്നുമില്ല. കൊടുക്കുന്നെന്താ? കൂത്തിത്തിരിപ്പ് മാത്രം. ഇതാണ് യൂറോപ്പിന്റെ അവസ്ഥ. ഇവിടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസ്, അതായത് കൈകൾ അശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയക്കാര്. അതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ എത്ര മനോഹരമായ രാജ്യമാണ്. ശരിയല്ലേ? ശ്രീമാൻ നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയും യോഗിയും ഉള്ളതുകൊണ്ട് ഇന്ത്യ ശാന്തമായിരിക്കുന്നു. എത്ര കൂത്തുതിരിപ്പാരുണ്ടെന്നൊരു ഇന്ത്യയില്. രാഹുൽജി, പപ്പു പല പണവും വാങ്ങിയിട്ട് വിദേശത്ത് പോയിരുന്ന് ഇന്ത്യനെ കുറ്റം പറയുന്ന പപ്പു, അവനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും സുഹൃത്തുക്കളെ? ഈ അയർലൻഡും അല്ലെങ്കിൽ UK-യും കാനഡയൊക്കെ കത്തുന്നതിന് മെയിൻ കാരണം വിവരമില്ലാത്ത നേതാക്കന്മാരാണ് സുഹൃത്തുക്കളെ. ദീർഘവീക്ഷമില്ലാത്തവരും NGOസുമാണ്. ഇവരെയാണ് ശ്രീമാൻ മോഡിയും അമിത്ഷായും ഒതുക്കിയത്. NGOന്റെ പണി എന്താണെന്നറിയോ? കലാപം സൃഷ്ടിക്കുക. ഇന്ത്യയിലുണ്ടായിരുന്നല്ലോ CAA കലാപം, പിന്നെ കർഷക സമരം. ഇവർക്കെല്ലാം ഫണ്ടുകൾ വരുന്നുണ്ട്. ഫണ്ടുകൾ വാങ്ങിക്കുക, കത്തിക്കുക. ഇപ്പൊ നടക്കുന്നതാണ്. ഈ അയർലൻഡിലെ പ്രശ്നം വേറൊന്നുമല്ല, കുടിയേറ്റ വിരുദ്ധ സമരമാണ്. അവർ മടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഭയമാണെന്ന്. പക്ഷെ ഒരുപാട് തൊലി നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാല് അറബുകാരെ പോലിരിക്കും. എല്ലാം കണ്ട ഈ മിഡിൽ ഈസ്റ്റ് പോലെ നമ്മളെ അടി വരുമ്പോ എല്ലാവർക്കും കിട്ടുകയാണ് പ്രശ്നം വരുന്നത്. സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന സമൂഹം. മലയാളി നേഴ്സുമാർ കടന്നു പോകുന്നു, അവർ ഓവർ ടൈം എടുക്കുന്നു, ശമ്പളം കിട്ടുന്ന നല്ലൊരു ഭാഗം ടാക്സ് അടയ്ക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു. അങ്ങനെ കിട്ടുന്ന പണത്തിന്റെ ഏകദേശം 70 അല്ലെങ്കിൽ 80% തിരിച്ചു മാർക്കറ്റിൽ കൊടുത്ത് അവിടുത്തെ GDP പോഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ത്യക്കാര്. എന്നിട്ട് ആ ഒരു രാജ്യത്തേക്ക് ഇനി പോകാൻ സാധിക്കുമോ? കാരണം നമ്മളെല്ലാം ഒരേപോലെയാ. നമ്മുടെ സ്കിന്നെല്ലാം ഒന്നാ. ഇടി കിട്ടുമ്പോൾ നമുക്ക് എല്ലാവരും കിട്ടും. തൊലിയുടെ കളർ നോക്കി എന്റെ പേര് മേനോ, എന്റെ പേര് ജോസഫ് എന്നാണ്, എന്റെ പേര് സാം ആണെന്നും പറഞ്ഞ് നടക്കില്ല. നമ്മളെയൊക്കെ കണ്ട ഏഷ്യൻസ് ആണ്. അടി വരുമ്പോ കിട്ടും. സഹിച്ചേ പറ്റൂ. എന്നിട്ടാണ് ന്യായീകരിക്കുന്ന ഒരു യുവതി ഇരുന്നുകൊണ്ട് അമേരിക്കനെ നിനക്ക് എന്താ ഞാൻ പറയാ? ഞാൻ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക നിങ്ങളുടെ അഭിപ്രായം. ഇത് നശിക്കാൻ ഇതല്ലേ കാരണം?